ഇതാണ് എൻ്റെ ചപ്പാത്തിയും മുട്ടക്കറിയും. ഇത് എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹായ്, ഞാനിന്ന് നാടൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തരാം. മുട്ടക്കറി പല രൂപത്തിലുണ്ട്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കുക. ആദ്യം തന്നെ പാൻ വെച്ചു. ഒന്ന് ചൂടാവണം. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മതി. ഞാൻ കടുകല്ല പൊട്ടിക്കുന്നത്, വലിയ ജീരകം കുറച്ച് ഇട്ടു. അതിനുശേഷം ചെറിയുള്ളി, 3 ചെറിയുള്ളി അരിഞ്ഞിട്ടതുണ്ട്. മൂന്ന് ചെറിയുള്ളി അരിഞ്ഞിട്ടു. ഒന്ന് മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ മുട്ടക്കറി പല വിധത്തിലും ആൾക്കാരുണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് കേട്ടോ. നന്നായി ഒന്ന് വാടി കിട്ടണം. ഇത്രയും മാറ്റിയെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അര സ്പൂൺ മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ചട്ടിയിൽ തന്നെ വറുത്തെടുത്താൽ നല്ലത്. ശേഷം വെള്ളം, അര ഗ്ലാസ് വെള്ളം. വലിയ ഗ്ലാസ് ആയതുകൊണ്ട് 3/4 ഗ്ലാസ് എടുത്തിട്ടു. കുറച്ച് ഉപ്പ്, തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ടല്ല ഇടുന്നത്, ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓവർ തീയായ ഉണ്ണി കലങ്ങിപ്പോകും. ഉണ്ണി കലങ്ങാണ്ട് കിട്ടണം. ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും ഉണ്ണി കലങ്ങിപ്പോകും. ഒക്കെ ഓരോ ഇതല്ലേ. ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല രസമാണ്. ഒറ്റ തീ കുറഞ്ഞ ലേശം ഒന്ന് തീ കൂട്ടി വെക്കുന്നുണ്ട്. ഓവറാവാതെ കിട്ടണം. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഉണ്ണി കലങ്ങി, ചില ആൾക്കാർക്ക് ഉണ്ണി കലങ്ങുന്ന ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ഒന്നെന്നെ ഇങ്ങനെ കിട്ടാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യമാട്ടത്. ഉള്ളി കരിഞ്ഞിട്ടൊന്നുമില്ല. ഉള്ളി കരിഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് അരമുറി തേങ്ങ അരച്ച് വെച്ചത്, അതിൽ 3 ചെറിയ ഉള്ളി ഇട്ടിക്കും, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത് വെന്തതുകൊണ്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഓഫാക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഓവർ തിളക്കരുത്. ഓവർ തിളച്ചാൽ വെള്ളം പോലെ ആയിപ്പോവും. ഓവർ തിളക്കാതെ ഇങ്ങനെ തിളച്ചാൽ മതി. അപ്പോളേ കട്ടി കിട്ടുള്ളൂ. കട്ടിയില്ലേ ഇപ്പോൾ? ഓവർ തിളച്ചാൽ കട്ടി പോവും. നമുക്ക് രാവിലെയൊക്കെ പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ കറി ഇത് മതി. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി. മക്കൾക്കായാലും ഇഷ്ടപ്പെടും. ഓവർ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.